മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങി ശബരിമല. മകരവിളക്ക് ദിനത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സുരക്ഷയ്ക്കായി കൂടുതൽ കേന്ദ്രസേനയും പോലീസ് സംഘവും എത്തും. വിവിധ വകുപ്പുകൾ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 14-നാണ് മകരവിളക്ക്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ശിവദാസ് കന്മനം ഒപ്പം ചേരുന്നു. ശിവദാസ്, തിരക്ക് എങ്ങനെയാണെന്നൊരു ചോദ്യം കൂടിയുണ്ട്. തിരക്ക് അവിടെ എങ്ങനെ? മകരവിളക്കിന് പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞോ സന്നിധാനം? കൃഷ്ണരാജ സ്വാമി ശരണം. ശബരിമല സന്നിധാനം പൂർണ്ണമായും മകരവിളക്ക് മഹോത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് ഒരു 3-4 ദിവസമായി ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്കില്ല. കാരണം അതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ പ്രതിദിനം 1 ലക്ഷത്തിൽ കൂടുതൽ ഭക്തർ ശബരിമലയിൽ എത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 4 ദിവസമായി 1 ലക്ഷത്തിന് താഴെ ഭക്തർ മാത്രമാണ് ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് കൂടുതലായും എത്തുന്നത്. ഇപ്പോഴും അത്തരത്തിൽ തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് ഇനി വെറും 3 ദിവസം മാത്രമാണ് ഉള്ളത്. അതായത് 3-ാം നാളാണ് മകരവിളക്ക് മഹോത്സവം. ജനുവരി 14-ന് മകരവിളക്ക് മഹോത്സവം. നാളെ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നും ആരംഭിക്കും. അതിനുശേഷം ജനുവരി 14-ന് സന്നിധാനത്തെത്തും. ഈ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിവിധ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ യോഗം ചേർന്നിരുന്നു. ശബരിമല ADM അരുൺ S. നായരുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. സന്നിധാനം ദേവസ്വം കോൺഫറൻസ് ഹാളിലായിരുന്നു ഇത്തരത്തിൽ യോഗം ചേർന്നത്. മകരവിളക്ക് ദർശനത്തിന് എത്തിച്ചേരുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കുള്ള ബാരിക്കേഡുകൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ഇതോടൊപ്പം തന്നെ മറ്റ് എല്ലാ മുന്നൊരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണ്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം മകരവിളക്ക് ഉത്സവത്തിനെത്തുന്ന ഭക്തർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ജനുവരി 13 മറ്റന്നാൾ 35,000 പേരെ വെർച്വൽ ക്യൂ വഴിയും 5,000 പേരെ സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുക. ഇത് കോടതിയുടെ ഉത്തരവാണ്. മകരവിളക്ക് ദിവസം ജനുവരി 14-ന് 30,000 പേരെ വെർച്വൽ ക്യൂ വഴിയും 5,000 പേരെ സ്പോട്ട് ബുക്കിംഗ് വഴിയും കടത്തിവിടും. അതായത് മൊത്തത്തിൽ 35,000 പേരെയാണ് മകരവിളക്ക് ദിവസത്തിൽ കടത്തി വിടുക. 19-ന് ഈ മാസം 19-ാം തീയതി വെർച്വൽ ക്യൂ വഴി 30,000 പേരെയും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേരെയുമാണ് കടത്തി വിടുക. 19-ാം തീയതി വരെയാണ് ഭക്തർക്ക് ദർശനം അനുവദിച്ചിട്ടുള്ളത്. അതിനുശേഷം 20-ന് നട അടയ്ക്കും. ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വ്യത്യസ്ത വകുപ്പുകളുടെ യോഗം ഇന്നലെ ചേർന്നിരുന്നു. ഈ വ്യത്യസ്ത വകുപ്പുകൾ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ കേന്ദ്രസേന എത്തും. അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും കൂടുതൽ സംഘങ്ങൾ എത്തും. ഇപ്പോൾ നിലവിൽ 1,534 പോലീസാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഡ്യൂട്ടിക്കുള്ളത്. ഇനി ഏകദേശം 400ഓളം പോലീസ് ഈ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്രസേനയും എത്തും. ഇത്തരത്തിലുള്ള കൃത്യമായ പരിശോധനയും നിയന്ത്രണവും എല്ലാം തന്നെ മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഇവിടെ എത്തുന്ന ഭക്തർ പല ഇടങ്ങളിലും തമ്പടിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വ്യത്യസ്ത ഇടങ്ങളിൽ പർണശാലകൾ കെട്ടി ഇവർ ഇവിടെ തന്നെ തങ്ങുന്നുണ്ട്. അത്തരത്തിലുള്ള കാഴ്ചകളുമുണ്ട്. ഇങ്ങനെ തമ്പടിക്കുന്നവർക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ പർണശാലകൾ കെട്ടുമ്പോൾ അവിടെ പാചകം ചെയ്യുന്നതിന് അടക്കമുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ പാചകം ചെയ്യുമ്പോൾ അഗ്നി പകരുമ്പോൾ അത് ഒരു പക്ഷേ അപകടത്തിന് ഇടയാക്കാം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ വരും ദിവസങ്ങളിൽ കർശനമായൊരു നിയന്ത്രണം തന്നെയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ തൊട്ടടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ഭക്തർ എത്താനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. അതായത് നാളെ കൂടുതൽ എത്താനുള്ള സാധ്യതയുണ്ട്. മകരവിളക്ക് ദിവസങ്ങളിൽ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ പാസ് ഉള്ളവർക്ക് മാത്രമേ സന്നിധാനത്തേക്കും പ്രവേശിക്കാനുള്ള അനുമതിയുള്ളൂ. എന്തായാലും കർശനമായ നിയന്ത്രണങ്ങളോടെയാണ് ഇപ്പോൾ മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല ഒരുങ്ങിയിരിക്കുന്നത്. കൃഷ്ണരാജ്. ശിവദാസ്, ഒരു കാര്യം കൂടി, ഈ വലിയ ഒരുക്കങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതായത് സേന കൂടുതലായി എത്തും, നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തും. പക്ഷേ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്രയേറെ ഭക്തർ ഒരുമിച്ച് എത്തിച്ചേരുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായി ഒരുക്കിയെന്ന ആത്മവിശ്വാസമുണ്ടോ ദേവസ്വം ബോർഡിന്, സർക്കാരിന്? തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. കാരണം തുടക്കം മുതൽ തന്നെ ഭക്തരുടെ ഭാഗത്തു നിന്നും നിരവധി പരാതികൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നിരുന്നത്. മണിക്കൂറുകളോളം, ഏകദേശം 14-15 മണിക്കൂറുകൾ വരെ ഭക്തർ മരക്കൂട്ടത്തിൽ നിന്നും ക്യൂ നിന്ന് വേണമായിരുന്നു ഒരു സമയത്ത് സന്നിധാനത്തേക്ക് എത്താൻ. ഈ മണ്ഡല സീസണിലും അത്തരത്തിൽ മണിക്കൂറുകളോളം ക്യൂ നിന്ന് ആയിരുന്നു ഭക്തർക്ക് സന്നിധാനത്തേക്ക് എത്തേണ്ടി
കാക്കേണ്ടി വന്നിരുന്നത്. പലപ്പോഴും ഇപ്പോഴും അത്തരത്തിൽ തന്നെ മണിക്കൂറുകൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ പോലും മരക്കൂട്ടത്തിൽ നിന്നും ആണ് പ്രത്യേകം ക്യൂ ആയിട്ട് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. എങ്കിൽ പോലും പലപ്പോഴും മണിക്കൂറുകൾ ഇവർക്ക് ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോഴും അവർക്ക് അടിസ്ഥാനപരമായ ഒരു സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ല. തുടക്കം മുതൽ ഉള്ള പരാതികൾ അത് ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. കാരണം കൃത്യമായി കുടിവെള്ള വിതരണം നടക്കുന്നില്ല, ലഘുഭക്ഷണ വിതരണം അതെല്ലാം തന്നെ നൽകുന്നു എന്ന് ദേവസ്വം ബോർഡ് പറയുമ്പോഴും പല ഇടങ്ങളിലും അത് ലഭിക്കുന്നില്ല. അതോടൊപ്പം തന്നെ യൂറിയൻ പാസ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഇല്ല. അത്തരത്തിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ഭക്തർ കൂട്ടമായി ക്യൂ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അതൊന്നും തന്നെ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ മണ്ഡല കാലം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ഇതൊന്നും തന്നെ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ദേവസ്വം ബോർഡ് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിൽ ഇല്ല, ഈ ഒരു മണ്ഡല സീസൺ പരാതികളില്ലാത്ത ഒരു സീസണായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. നമ്മൾ തന്നെ ഇത്തരത്തിലുള്ള പരാതികളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഭക്തരുടെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ പല തവണ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ദേവസ്വം ബോർഡ് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും മുൻപ് ഉണ്ടായിരുന്ന അതേ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മുൻ വർഷങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും ഈ പ്രശ്നങ്ങൾ കൂടുന്നു എന്നുള്ളതല്ലാതെ ഇത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒന്നും തന്നെ ഇല്ല. എന്തായാലും ഭക്തരെ സംബന്ധിച്ച് ഒരു വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാലത്തിലൂടെ തന്നെയാണ് അവർ കടന്നു വന്നിരിക്കുന്നത്. കൃത്യമായി വലിയ പ്രയാസത്തിൽ ആണ് പലപ്പോഴും അവർക്ക് കടുത്ത ബുദ്ധിമുട്ടുകൾ ഇവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അടക്കം പോലീസ് ലാത്തി വീശുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ഭക്തർക്ക് ഇവിടെ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു മണ്ഡലകാലത്തിലും. ശരി, മകരവിളക്ക് മഹോത്സവത്തിന് ഒരുങ്ങുകയാണ് ശബരിമല. വലിയ വിന്യാസമൊക്കെ കേന്ദ്രസേനയുടെ ഭാഗമായി അടക്കമുണ്ടാകും, കാരണം അത്രയേറെ പേരെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും പഴയപടി തന്നെ എന്നാണ് പരാതികൾ ഉയരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മൻ.